എല്ലാവർക്കും ജയിലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയറാം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സ്ഥിരമായിട്ട് പി എസ് സി എഴുതുന്നു, എന്നാൽ റാങ്ക് ലിസ്റ്റിലേക്കോ ജോലിയിലേക്കോ എത്താൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. വിദ്യാർത്ഥികളോട് സ്ഥിരം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകൾ എഴുതുന്നു, കുറേ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷേ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നില്ല, റാങ്ക് ലിസ്റ്റിൽ പോലും എത്തുന്നില്ല. ഓക്കെ, എത്തിയ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ വളരെ താഴെ. അപ്പോൾ ഒരു 2-3 കൊല്ലം പ്രതീക്ഷയോടെ നിൽക്കും, പക്ഷെ അവർക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് പൊതുവെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും ഈ ഒരു 4-5 കാര്യങ്ങളാണ് നിങ്ങളുടെ പി എസ് സി പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത്. പ്രധാനമായിട്ടും ഫുൾ സിലബസ് കവർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, മുഴുവൻ സിലബസ് പഠിച്ചിട്ട് നിങ്ങളിൽ എത്ര പേര് പി എസ് സി പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കുക. ഓക്കെ, കുറേ കാലം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കും, അങ്ങനെ പല ടോപ്പിക്കുകൾ പഠിച്ച് പോകുന്ന പോലെയല്ല മുഴുവൻ സിലബസ് പഠിക്കുക എന്നുള്ളത്. പി എസ് സി ഒരു സിലബസ് ആണ് തരുന്നത്, അല്ലെ? മുഴുവൻ സിലബസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ആ സിലബസ് മുഴുവൻ പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അങ്ങനെ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് പി എസ് സി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സങ്കടത്തിന് അർത്ഥമുണ്ട്. നിങ്ങൾ പഠിക്കാതെയാണ് പോകുന്നത് എങ്കിൽ, ഫ്രീ ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ പി എസ് സി എഴുതാൻ പോകുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. സിലബസ് പഠിക്കാതെ എനിക്കൊരു റാങ്ക് ലിസ്റ്റിൽ ഫുൾ സിലബസ്, മുഴുവൻ സിലബസ് പഠിക്കാതെ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം കരുതുക. ഓക്കെ, പിന്നെ വീക്ക്നെസ് ഏതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ട്രെയിൻ ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഒരു മത്സരം, പി എസ് സിയുടെ മത്സരത്തിന്റെ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഏരിയ വിട്ടിട്ട് പഠിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, കണക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്, കണക്ക് വിട്ടിട്ട് ഞാൻ പഠിക്കാം. ഇംഗ്ലീഷ് എനിക്ക് ബുദ്ധിമുട്ടാണ്, അത് വിട്ടിട്ട് ഞാൻ പഠിക്കാം. പോളിറ്റിയിലെ കുറച്ച് ഭാഗം എനിക്ക് അറിയുള്ളൂ, കുറച്ച് ഭാഗം ബുദ്ധിമുട്ടാണ്, അത് വിടാം. ജിയോഗ്രഫി കുറച്ച് വിടാം. അപ്പൊ നിങ്ങളുടെ വീക്ക്നെസ് എന്തായാലും അത് വീക്ക്നെസ് ആയി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കില്ല. റാങ്ക് ലിസ്റ്റ് എത്തിയാൽ തന്നെ ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് സാധിക്കില്ല. കാരണം വീക്ക്നെസ് മറികടന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ എത്തുന്നത്. വീക്ക്നെസ് മറികടക്കാൻ പ്രതിജ്ഞ എടുത്തവരാണ് നിങ്ങളുമായിട്ട് മത്സരിക്കുന്നത്. വീക്ക്നെസ് മറികടന്നിട്ടാണ് അവർ പരീക്ഷാ ഹാളിൽ എത്തുന്നത് തന്നെ. അപ്പം നിങ്ങൾ വീക്ക്നെസ് മറികടക്കാതെ മുഴുവൻ സിലബസ് കവർ ചെയ്യാതെ പോയിരുന്നാൽ ഈ ജോലി കിട്ടുമോ? നിങ്ങളൊന്ന് ഓർക്കണം, 2016 തൊട്ട് എത്ര പേരാണ് 2.5 ലക്ഷം അത്രയും ഉദ്യോഗസ്ഥരെ പി എസ് സി നിയമിച്ചിട്ടുണ്ട്. അപ്പം എനിക്കറിയാം 2010 തൊട്ട് എക്സാമുകൾ എഴുതുന്ന ധാരാളം പേര് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. പലരെയും എനിക്കറിയാം. അപ്പം അവരിൽ ഈ ഒരു 2.5 ലക്ഷത്തിൽ അവരെത്താതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ പല സ്റ്റുഡൻസിനോടും ചോദിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 2010 തൊട്ട് എഴുതുന്ന ഒരാൾ ഇതുവരെയായിട്ടും അയാളുടെ വീക്ക്നെസ് അയാൾ മറികടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ശരിക്കും ഈ 10, 14, 15 കൊല്ലം അയാൾ ശരിക്കും വേസ്റ്റ് ചെയ്യായിരുന്നില്ലേ? മുഴുവൻ സിലബസും പഠിക്കാതെ 2010 തൊട്ട് ഇങ്ങനെ എഴുതുന്നു. അതായത് അയാൾക്കൊരു പ്രതീക്ഷയുണ്ട്, പി എസ് സി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് പ്രതീക്ഷയല്ല, വാസ്തവത്തിൽ അത് ആഗ്രഹമാണ്. ആഗ്രഹവും പ്രതീക്ഷയും തമ്മിൽ നിങ്ങൾ വേർതിരിച്ചറിയാനായിട്ട് നിങ്ങൾ പഠിക്കണം. ആഗ്രഹം നമുക്ക് എന്തും ആഗ്രഹിക്കാം, അല്ലേ? നമുക്ക് പല കാര്യങ്ങളും ആഗ്രഹിക്കാം. നമുക്ക് പി എസ് സി ഉണ്ട്, IAS ഉണ്ട്, KAS ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടോ? പ്രയത്നിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. മുഴുവൻ സിലബസും ഇത്രേ കാലമായിട്ട് നിങ്ങൾ കവർ ചെയ്യുന്നില്ല, നിങ്ങളുടെ വീക്ക്നെസ്സിനെ നിങ്ങൾ ഇതുവരെ മറികടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി ജോലി കിട്ടില്ല എന്ന് മാത്രമല്ല, ആ ജോലി കിട്ടാൻ നിങ്ങൾ അർഹരല്ല എന്ന് വേണം കരുതാൻ. മറ്റൊരു കാര്യം, നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് സെക്ഷൻ വൈസ് ഫുൾ മാർക്സ് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുക. ഓക്കെ, ഇപ്പം മലയാളം 10 മാർക്കിന് വരുന്നുണ്ട്, അത് കംപ്ലീറ്റ് സിലബസ് പഠിച്ച് അതിലെ 10 മാർക്ക് എനിക്ക് ഉറപ്പിക്കണം. മാത്സ് ഒരു 8 മാർക്കെങ്കിലും എനിക്ക് ഉറപ്പിക്കണം. ഇംഗ്ലീഷ് 10 മാർക്ക് എനിക്ക് ഉറപ്പിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ LDC പരീക്ഷകൾ, പല ഘട്ടങ്ങളിലായിട്ട് നടന്ന LDC പരീക്ഷകൾ, ഖാദി ബോർഡിന്റെ LDC, ഇതൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാമേ അല്ല പി എസ് സിയുടെ കാര്യത്തിൽ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇഫ് കണ്ടീഷണലിലേക്ക് ക്വസ്റ്റ്യൻ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷിന് 10ൽ 10 മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ
സെക്ഷൻ വൈസ് ഫുൾ മാർക്ക് ടാർഗറ്റ് ചെയ്ത് എനിക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ള മൈൻഡിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ PSC നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന സെക്ഷനിൽ എനിക്ക് അതെൻ്റെ സ്ട്രോങ് ഏരിയയാണ്, അതിൽ മുഴുവൻ മാർക്ക് ഞാൻ വാങ്ങിച്ചിരിക്കും. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ടഫ് ക്വസ്റ്റ്യൻ വന്നാലും ഇതെൻ്റെ ഏരിയ ആണ്, അതിൽ ഞാൻ വാങ്ങിയിരിക്കും. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര സെക്ഷൻ പറയാൻ പറ്റും? നിങ്ങളുടെ സെക്ഷൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കും മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ സെക്ഷൻ വൈസ് ഫുൾ മാർക്സ് വാങ്ങുന്ന ഒരു 2-3 സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക, അത് തന്നെ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കും. മറ്റൊരു കാര്യമാണ് പ്രിപ്പറേഷൻ്റെ മെത്തേഡ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ മെത്തേഡ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെന്താണ്? ഒരു IAS പരീക്ഷ പോലുള്ളൊരു പരീക്ഷയല്ല PSCയുടെ പരീക്ഷ. IAS പരീക്ഷ എന്താണ്? നിങ്ങൾ എത്രയോ എസ്സേകൾ എഴുതണം, എസ്സേ പേപ്പർ ഉണ്ട്, വലിയ വലിയ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതണം. ഇതങ്ങനെയല്ല, ഇതൊരു MCQ പരീക്ഷയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പരീക്ഷയാണ്. 1 വേർഡ് പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള പരീക്ഷയാണ്. അപ്പം അതിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വാസ്തവത്തിൽ വളരെ ആഴത്തിലുള്ളൊരു വായന എന്നതിനേക്കാൾ കുറേ ഏരിയ കവർ ചെയ്തിട്ടുള്ളൊരു വായന ആവശ്യമാണ്. ആ പ്രിപ്പറേഷൻ്റെ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കണം. പലരും സ്റ്റുഡൻസ് പറയുന്നൊരു കാര്യമാണ്, സാറേ ഞാൻ കുറേ പഠിച്ചു, കംപ്ലീറ്റ് ടോപ്പിക്ക് പഠിച്ചു, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം മറന്നുപോയി. അത് മറന്നു പോകുന്നത് നിങ്ങൾ പാസീവായിട്ട് പഠിക്കുക എന്ന് പറയും. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നിങ്ങൾ കേൾക്കില്ലേ? പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളതിൽ ഇൻവോൾവ് ചെയ്യാതെ ഉള്ളൊരു പഠനം, പാസീവായിട്ടുള്ള പഠനം വരുന്നത് കൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്. നിങ്ങൾ ആ പഠിക്കുന്ന കാര്യം ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ, നിങ്ങളൊരു PSC അധ്യാപകനാവൂ, വേണമെങ്കിൽ ഒരു PSC ഗ്രൂപ്പ് തുടങ്ങൂ, ഫ്രീ ഗ്രൂപ്പ് തുടങ്ങൂ. സ്റ്റുഡൻസ് കൂടെ PSC പഠിക്കുന്ന കുറേ പേരായിട്ട് ചേർന്നിട്ട് ഡെയിലി അതിൽ കോണ്ടന്റ് ഇടൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ്റെ രീതി മാറുക. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥിയായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? PSCയുടെ ക്വസ്റ്റ്യൻസ് ഇടാൻ പാകത്തിനുള്ള ഒരാളായി വളരണം. അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ്? തീർച്ചയായിട്ടും PSC കിട്ടും. നിങ്ങളുടെ പ്രിപ്പറേഷൻ മെത്തേഡ് പാസീവിൽ നിന്ന് ആക്റ്റീവ് ആക്കുക. നിങ്ങൾ ആക്റ്റീവായിട്ട് ആ സിലബസിനെ ഒന്ന് സമീപിക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ മാറ്റം വരും, നിങ്ങളുടെ റാങ്കിൽ മാറ്റം വരും. ഓക്കെ, ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് ഫുൾ സിലബസ് കവർ ചെയ്യുക, ഒരു ഏരിയയും വിടരുത്. ഇംഗ്ലീഷിൻ്റെ കുറച്ച് പഠിച്ചു, മലയാളത്തിൻ്റെ കുറച്ച് പഠിച്ചു, അങ്ങനെയാണെങ്കിൽ വലിയ റാങ്ക് നിങ്ങൾക്ക് കിട്ടില്ല. വീക്ക്നെസ്സുകൾ മറികടക്കണം. വീക്ക്നെസ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷ, ഈ പ്രിപ്പറേഷൻ ഉള്ളത്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അറിയുന്ന ഒരാളോട് ചോദിക്കണം, അത് മുഴുവൻ പഠിച്ചെടുക്കണം. ഇതൊക്കെ ബേസിക്കലി നിങ്ങൾ നോക്കൂ, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, ഇതിലൊക്കെ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. പലരും 30-35 വയസ്സായിട്ടും അത് മറികടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ ജോലിക്ക് അർഹരല്ല എന്ന് സ്വയം നിങ്ങൾ മനസ്സിലാക്കണം. സെക്ഷൻ വൈസ് ഫുൾ മാർക്ക് വാങ്ങാൻ അങ്ങനെ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അത് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ മാർക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. എൻ്റെ ഏരിയ ഇംഗ്ലീഷാണ്, എനിക്കൊരു സ്റ്റുഡൻറ്റിനെ വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. എൻ്റെ ഏരിയ മാത്സ് ആണ്, മാത്സ് മുഴുവൻ എനിക്കൊരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായി മാറും, ആക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായി മാറും. നിങ്ങൾ അതിൽ സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരാളായി മാറും, അത് പഠിപ്പിച്ചു കൊടുക്കാൻ ശേഷിയുള്ള ഒരാളായി മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രോങ് ഏരിയകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. PSCയുടെ സിലബസ് എന്താണ്? ഇല്ലാത്ത വിഷയങ്ങളില്ല, കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2-3 ഏരിയ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് ചെറുതല്ല. ഇംഗ്ലീഷ് എന്തും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോളൂ. 10 ആൾ നിങ്ങളുടെ അടുത്ത് വന്നൊരു കാര്യം ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളം മാറ്റും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. എന്താണ് നിങ്ങളുടെ ഏരിയ നിന്ന് തന്നെ തീരുമാനിക്കുക, നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഇടുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുമെന്ന് ചോദിക്കുക. അതുപോലെ സ്ട്രോങ് ഏരിയകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സെക്ഷൻ വൈസ് ഫുൾ മാർക്കുകൾ ടാർഗറ്റ് ചെയ്യുക. 2 ഏരിയ 20 മാർക്ക് വെച്ച് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ റാങ്കിനെ എത്രത്തോളം മാറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിപ്പറേഷൻ മെത്തേഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ എന്താണ്, ഈ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകളാണ് ഉള്ളത്. ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങളതിൽ സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. എന്തൊക്കെ തരത്തിൽ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും, പഠിച്ച ഏരിയകൾ തമ്മിൽ താരതമ്യം ചെയ്യുക, അങ്ങനെ പഠിക്കുക. അപ്പോൾ പ്രിപ്പറേഷൻ മെത്തേഡിൽ ഒരു മാറ്റം വരണം. ആക്റ്റീവ് ലേണർ ആകണം, പാസീവ് ലേണർ ആകരുത്.
പ്രത്യേകിച്ച് പാസീവ് ലേണിംഗ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. വീഡിയോ ക്ലാസ്സുകളായാലും ഈവൻ വായന പോലും വളരെ പാസീവായി പോവുകയാണ്. നമ്മൾ വായിച്ച് പോവും, കുറേ വായിക്കും, കാര്യം മനസ്സിലാക്കും. എന്നാൽ മനസ്സിലാക്കിയ കാര്യത്തെപ്പറ്റി ചിന്തിക്കാനോ അത് അപ്ലൈ ചെയ്യാനോ നമ്മൾ പഠിക്കുന്നില്ല. അപ്ലൈ ചെയ്യണം, ക്വസ്റ്റ്യൻ ഇടുന്നത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യുകയാണ്, ഒരു ക്വസ്റ്റ്യനിലൂടെ അപ്ലൈ ചെയ്യുകയാണ്. അതിൻ്റെ വിവിധ തരം ഓപ്ഷനുകൾ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്കപ്പോൾ കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും ഈ ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ട് അത് കൺഫ്യൂസിംഗ് ആവണം. അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുമോ? കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾ വളരെ പാസീവായിട്ട് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് മറക്കും, കൺഫ്യൂഷൻ ഉണ്ടാവും. അതേസമയം കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ സ്വയം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ ഓപ്ഷനുകൾ ഇംഗ്ലീഷിലായാലും ഒക്കെ ഈ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, ആ കൺഫ്യൂഷൻ അങ്ങ് മാറ്റൂ. വീക്ക്നെസ്സിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കൂ. സെക്ഷൻ ഫുൾ മാർക്ക് വാങ്ങാൻ നിങ്ങൾ തയ്യാറെടുക്കൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻ രീതി മാറ്റൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും സ്ഥിരം പറയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറയാതിരുന്നത്, ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആളുടെ ഉദാഹരണം വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2010 തൊട്ട് ശ്രമിക്കുന്നു, എന്നാൽ അയാളുടെ ശ്രമം എപ്പോഴും 2 ആഴ്ചയിൽ കൂടുതൽ ദൈർഘ്യത്തിൽ പോകാറില്ല. ഓരോ PSC എക്സാം വരുമ്പോഴും അയാൾ നേരത്തെ പറഞ്ഞ പ്രതീക്ഷയല്ലാതെ ആഗ്രഹമാണ്. ആഗ്രഹത്തിന് പുറത്ത് ആളൊരു 2 ആഴ്ച പഠിക്കും. ആഗ്രഹത്തോടെ തന്നെ പോയി പരീക്ഷ എഴുതും, കാശ് മുടക്കി ലീവ് എടുത്ത് പോയി പരീക്ഷ എഴുതും. പരീക്ഷ എഴുത്ത് ആഗ്രഹത്തിലിരിക്കും. പ്രതീക്ഷയാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്, അതൊരു ആഗ്രഹം മാത്രമാണ്. ആഗ്രഹത്തിലിരുന്ന് റിസൾട്ട് വരുമ്പോൾ എവിടെ എത്തില്ല, വീണ്ടും അയാൾ സങ്കടപ്പെടും. വീണ്ടും അടുത്ത പരീക്ഷ. PSC സ്ഥിരമായിട്ട് പരീക്ഷകൾ നടത്തുന്നതുകൊണ്ട് എന്താണ്, കുറെ ആഗ്രഹിക്കാനുള്ള വകുപ്പ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പ്രതീക്ഷയാണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ പ്രതീക്ഷ എന്നുള്ളത് എന്താണ്, പ്രയത്നിക്കുന്നവർക്കുള്ളതാണ് പ്രതീക്ഷ, അല്ലാത്തതൊക്കെ ആഗ്രഹങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ PSC പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക, നമ്പർ താഴെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഒരു കൺസിസ്റ്റൻസിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. മെന്റർ ഡെയിലി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ കൺസിസ്റ്റന്റ് ആക്കി നിലനിർത്തുന്ന ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ജയിലൺ PSC നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ PSC പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.